ഞാൻ ക്രിസ്തുവിന് അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ. ഞാൻ ക്രിസ്തുവിന് അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ. ഞാനും നിങ്ങളും ക്രിസ്തുവിന് അനുകാരിയാകുമ്പോൾ നിങ്ങളൊരു അഭിഷിക്തനായി മാറുകയാണ്. ഒരു അഭിഷിക്തനായി നിന്നുകൊണ്ട് ഞാൻ ലോകത്തിന് ക്രിസ്തു എന്താണോ ചെയ്തത്, അപ്പോസ്തലൻ എന്താണോ ചെയ്തത്, അതുപോലെ തന്നെ ഞാനും നിങ്ങളും ചെയ്യുവാൻ നേരെ വരുന്ന പ്രതിസന്ധികളെ യേശു നേരിട്ടതുപോലെ, അപ്പോസ്തലന് നേരെ വന്ന പ്രതിസന്ധികളെ അപ്പോസ്തലൻ നേരിട്ടതുപോലെ നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അവിടെ വീണു പോകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ അപ്പോസ്തലൻ ക്രിസ്തുവിന് അനുകാരിയായി നിന്നുകൊണ്ട് ആ പ്രതിസന്ധികളെ എല്ലാം ജയിച്ചതുപോലെ ഞാനും നിങ്ങളും നമ്മുടെ നേരെ വരുന്ന ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഇപ്പൊ കടഭാരമായിക്കോട്ടെ, രോഗമായിക്കൊള്ളട്ടെ, ഏത് വിഷയമാണോ നമ്മുടെ നേരെ വരുന്ന ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തക്കതായ അഭിഷേകം ദൈവം നമ്മുടെ അകത്ത് നൽകി തന്നിട്ടുണ്ട്. ആ അഭിഷിക്തനായി നിന്നുകൊണ്ട് ഞാൻ പ്രതിസന്ധികളെ നേരിടുമ്പോൾ അതിനെ നമുക്ക് അതിജീവിക്കുവാൻ ഇടയായിത്തീരും. ക്രിസ്തുവിന് അനുകാരിയായി നിന്നുകൊണ്ട് ആ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ആ പ്രതിസന്ധികൾ നമ്മളെ വിട്ട് മാറിപ്പോകുവാൻ ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാൻ ക്രിസ്തുവിന് അനുകാരിയായി മാറണം, ഞാൻ ക്രിസ്തുവിന് അനുകാരിയായി എന്നുള്ള ഒരു അഭിഷിക്തനായി നിന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രതിസന്ധികളെ നേരിടുക, പ്രതിസന്ധികളെ ജയിക്കുവാൻ കർത്താവ് നമ്മളെ ഒരു അഭിഷിക്തനാക്കി നിർത്തിയിരിക്കുന്നു.